ട്യൂട്ടേഴ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി ചെയ്യുക കേട്ടോ, ഒരു സംശയം ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോർഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 146 തേർഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ ഓരോ ക്വസ്റ്റ്യനും നോട്ടിലേക്ക് കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ശരി, ക്വസ്റ്റ്യൻ എന്താ? റേഡിയസ് 10 സെന്റിമീറ്ററും ഒറിജിൻ സെന്റർ ഒറിജിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു പിക്ചർ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ പിക്ചറിലേക്ക് വരാം. ആദ്യം പിക്ചർ വരച്ചു തരാം. യെസ്, ലിസൺ, ഒരു സർക്കിള് കേട്ടോ. ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര? വൃത്തത്തിന്റെ ആരം എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 10 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എന്തായിരിക്കും? 10 ആയിരിക്കും. മുകളിലേക്ക് 10 ആയിരിക്കും, താഴേക്ക് എന്തായിരിക്കും? 10 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് പറ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? ഓ എന്നാണ് ഇതിനെ പറയാ. സൂചക സംഖ്യ 00 അല്ലെ? ഓയുടെ സൂചക സംഖ്യ എത്രയാ? 00 ആണ്. ഇനി ചെക്ക് വെദർ അല്ലെ, താഴെ കൊടുത്തിരിക്കുന്ന ബിന്ദുക്കൾ അല്ലെ, ആ ബിന്ദുക്കള് വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലോ അല്ലെ, ഓൺ ദി സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ അല്ലെ, ഇൻസൈഡ് ദ സർക്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് 6, 9 നോക്കാം. ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് 6, 9 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും അല്ലെ? 6 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും, 9 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എവിടെ വരിക? ഉള്ളിലാണോ മുകളിലാണോ അതിന്റെ അപ്പുറത്താണോ വരിക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ പോയിന്റുകൾ? എ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് 6, 9 എടുക്കും കേട്ടോ. എ എന്ന് പറയുന്നത് എത്ര എടുക്കുന്നത്? 6, 9. അതേപോലെ ബി ഞാൻ എടുക്കുന്നത് 5, 9 കേട്ടോ. ബി ഞാൻ എടുക്കുന്നത് 5, 9. അതേപോലെ തന്നെ സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് 6, 8 കേട്ടോ. 6, 8 എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ OA, OB, OC കണ്ടുപിടിക്കും. ഞാൻ ചോദിക്കട്ടെ, OA കണ്ടുപിടിച്ചു, 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വൃത്തത്തിലായിരിക്കും അല്ലെ? കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 10 ആണ്. അപ്പൊ കറക്റ്റ് ആ പോയിന്റ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഓൺ ദി സർക്കിൾ ആയിരിക്കും. സംശയമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം OA എന്ന അകലം കണ്ടുപിടിക്കാൻ പോവാണ്. O00, അല്ലെങ്കിൽ നമുക്ക് പറയാൻ സുഖം എന്താണെന്നറിയോ? OA എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? AO എന്ന് പറയാണ് നല്ലത് കേട്ടോ. AO. അപ്പോൾ A69 O00 കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, AO എന്ന അകലം ഒറിജിനുമായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, x² + y² മാത്രം ചെയ്താൽ മതി. അതായത് ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. √6² എന്ന് പറഞ്ഞാൽ എത്രയാ? 36. 9² എന്ന് പറഞ്ഞാൽ എത്രയാ? 81. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6, 1, 7 അല്ലെ, 8, 3, 11, 117. അപ്പൊ നിങ്ങൾക്കറിയാം 10 എന്ന് പറഞ്ഞാൽ എത്രയാ ശരിക്കും? പറ, 10 എന്ന് പറഞ്ഞാൽ എത്രയാ ശരിക്കും? √100 ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? 10 എന്ന് പറഞ്ഞാൽ √100 ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ √100 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ഓൺ ദി സർക്കിൾ, √100-നേക്കാളും സ്മോളർ ആയിട്ടുള്ള വാല്യൂ വരികയാണെങ്കിൽ, ചെറുതാണെങ്കിൽ വൃത്തത്തിനുള്ളിൽ, √100-നേക്കാളും വലുതാണെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പൊ 117 എന്ന നമ്പർ എവിടെ വരും? 117 എന്ന് പറയുന്ന നമ്പർ എവിടെ വരും? √117 അല്ലെ? ഈ അകലം എന്ന് പറയുന്ന വൃത്തത്തിന് പുറത്തായിരിക്കും. Therefore കണ്ടോ, therefore A69 ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ അല്ലെ? A69 എന്ന ബിന്ദു വൃത്തത്തിന് പുറത്താണ്. ഒരു കാര്യം മനസ്സിലായില്ലേ? ഒന്ന് മനസ്സിലായി. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ഇതേപോലെ 5, 9 ചെയ്തൂടെ? 5, 9 ചെയ്യാം അല്ലെ? നോക്കാം നമുക്ക്. ഇക്വേഷൻ ഇത് തന്നെ.
അല്ലേ? ഇക്വേഷനിൽ മാറ്റം ഉണ്ടോ? ഇല്ല, ഇക്വേഷനിൽ മാറ്റമില്ല. ഞാൻ പറയാണ് ഇവിടെ B59 അതേപോലെ തന്നെ O00 അകലം കണ്ടുപിടിക്കാൻ പോവാണ്. BO എന്ന അകലമാണ് കാണുന്നത്. അപ്പൊ BO ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പറഞ്ഞേ 5² പ്ലസ് 9² കേട്ടോ. വീണ്ടും 5² എന്താ 25, 9² എന്താ 81. അപ്പൊ ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? റൂട്ട് ഓഫ് പറയേ 5 1 6 കേട്ടോ. 5 1 6 പിന്നെ 8 2 10 106 കേട്ടോ. 106 പറ എവിടെ വരും 106 എന്ന് പറയുന്ന നമ്പർ? നോക്ക നിങ്ങള് 5² 25, 9² 81. അപ്പോൾ 106 101 106 എന്ന് പറയുന്ന അകലം എന്ന് പറയുന്നത് വൃത്തത്തിന് പുറത്തല്ലേ? സോ ബി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ബിയും എവിടെ തന്നെയാ? ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, വൃത്തത്തിന് പുറത്താണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 6 8 വെച്ച് ചെയ്യാം അല്ലെ? 6 8 എന്ന നമ്പർ വെച്ചിട്ടൊന്ന് പരിശോധിക്കാം. ഏതാ വരിക? CO എന്ന അകലമാണ് വരിക കേട്ടോ. CO. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്. എന്താ പറഞ്ഞത്? C68 O00 കേട്ടോ. 68 O00 കണ്ടുപിടിക്കേ. CO ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6² പ്ലസ് 8². റൂട്ട് ഓഫ് 6² എന്ന് പറയുമ്പോൾ 36, 8² എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ എന്താ 64, ദാറ്റ് ഈസ് 100 കേട്ടോ. 100 അല്ലേ വരുന്നത്? 100 അല്ലേ വരുന്നത്? ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി പറ? CO എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 100 ആണ്. റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ആണ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി പറയേ? C എന്ന ബിന്ദു വൃത്തത്തിലാണ് കേട്ടോ. C എന്ന ബിന്ദു എവിടെയാ? വൃത്തത്തിലാണ് കേട്ടോ. therefore C is പറയേ C is on the circle. ഇൻസൈഡ് പറയരുത്, അതാ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇൻസൈഡ് നമ്മൾ വിചാരിക്കും വൃത്തത്തിലാണ്, വൃത്തത്തിനുള്ളിലാണ് എന്ന് പറയുമ്പോൾ വൃത്തത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലാട്ടോ. ഇവിടെ അത് പറ്റൂല. വൃത്തത്തിൽ വരണം, ഇതിന്റെ മുകളിൽ വരണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കി. അടുത്തൊന്ന് നല്ലോണം വായിക്കി. വായിച്ചോ? എന്താണ് ക്വസ്റ്റ്യൻ? എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? പറ. എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിന്റ്സ് ഓൺ ദിസ് സർക്കിൾ അല്ലെ? ഈ വൃത്തത്തിലെ 8 പോയിന്റുകൾ എഴുതാൻ എത്ര എണ്ണം വേണം? 8 എണ്ണം. നമുക്ക് നോക്കാം 8 എണ്ണം എങ്ങനെയാ വരിക പറയാം കേട്ടോ. 8 എണ്ണം നമ്മൾ എഴുതാൻ പോവാണേ. ശ്രദ്ധിച്ചോ. ദാ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം 10 അല്ലേ? അപ്പൊ 10 0 എന്ന് പറയുന്നത് ഒരു പോയിന്റ്, ഒരെണ്ണായി. അത് നിങ്ങൾ പിക്ചർ വരച്ച് പിക്ചറിലേക്ക് മാർക്ക് ചെയ്ത് അതാ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ വരിക? -10 0 കണ്ടോ. ഇനി മുകളിൽ എന്താ വരിക പറ? 0 -10 കണ്ടോ. താഴെ എന്താ വരിക? -10 അല്ല 10 കേട്ടോ. താഴെ എന്താ വരിക? 0 -10. ഇപ്പൊ എത്ര എണ്ണായിടോ? എത്ര എണ്ണായി? 4 എണ്ണായി കേട്ടോ. 4 എണ്ണായില്ലേ? ഇനി നമുക്ക് അടുത്ത 4 എണ്ണം എന്താ വരിക എന്നുള്ളത് നോക്കാം. അടുത്ത 4 എണ്ണം നമുക്ക് ഇതാ 6 8 ഇത് വെച്ചിട്ട് ചെയ്യാം. പറയാം 6 8 വെച്ച് എങ്ങനെയാ ചെയ്യാം? 6 8 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാന്ന് പറയാം. 6 8 അതിന്റെ അർത്ഥം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 6, ഇവിടുന്ന് താഴേക്കുള്ള കുത്തനെയുള്ള അകലം 8. അങ്ങനെയാണ് 6 8 എന്ന് പറഞ്ഞാൽ അവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഇങ്ങോട്ട് 6ഉം ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവും? -6. താഴേക്ക് എത്ര ഉണ്ടാവും? നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വന്ന് -8 എന്നായിരിക്കും. അല്ല, ഇവിടുന്ന് മുകളിലേക്കാണ്. കുത്തനെയുള്ള അകലം 8 കണ്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് -8 വരിക. ഇത് നമ്മൾ ചെയ്താട്ടോ ഒരു റെക്ടാംഗിൾ വെച്ചിട്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കേ. ഇവിടുന്ന് താഴേക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം പറയണം. ഇവിടുന്ന് ഇവിടെ വരെ എത്രയാ? ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാ? -6. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാ? -6. മുകളിലേക്ക് 8, താഴേക്ക് -8. റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. പറയ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എത്രയാ? 6 കേട്ടോ. അടുത്ത താഴെ മുകളിലേക്ക് 8 ആണ്, താഴേക്ക് എത്രയാ? -8. ഇപ്പൊ എത്ര എണ്ണായി? 8 എണ്ണായില്ലേ കണ്ടോ. അപ്പൊ ഇത് സിമ്പിൾ ആണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. റെഡി അല്ലേ? സംശയമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഇമ്മോഡൽ ക്വസ്റ്റ്യൻ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ഒരുപാട് ചോദിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിക്കുക. പറയട്ടെ, നോക്കിയോ. 4th question. Find the coordinates of the points where a circle of radius root 2 centered on the point with the coordinates 1 1 cuts the axis. Question മനസ്സിലായോ? കേട്ടോ. അത് ഇവർ പറയാണ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്. പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. ഏത് പോയിന്റിന്റെ? അല്ലെ, ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാൻ. ഏത് ബിന്ദുക്കളുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കേണ്ടത്? വേർ ദി സർക്കിൾ ഓഫ് റേഡിയസ് റൂട്ട് 2. റൂട്ട് 2 എന്ന് പറയുന്നത് ആരമാകുന്ന വൃത്തത്തിലെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കൽ നടക്കുമോ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവും അല്ലേ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവും. സെന്റേർഡ് ഓൺ ദി പോയിന്റ് വിത്ത് കോർഡിനേറ്റ്സ് 1 1 കട്ട്സ് ദി ആക്സിസ്. അതായത് ആ വൃത്തം വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പറഞ്ഞുതരാം. 1 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് അതിൻ്റെ കേന്ദ്രം. അപ്പോൾ 1 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കോമ്പസ് വെച്ച് വൃത്തം വരച്ചേക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ശ്രദ്ധിച്ചേ. ഇതേതാ ആക്സിസ്? ഇതേതാ അക്ഷം? വൈ. കണ്ടോ? അടുത്ത് ഇതേതാ അക്ഷം? എക്സ്. കണ്ടോ? 1 1 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഇവിടെ ആയിരിക്കും 1 1. കണ്ടോ? 1 1 1 1. ആ പോയിന്റിൽ കോമ്പസ് വെച്ച് എന്നിട്ട് റൂട്ട് 2 എന്ന് പറയുന്ന അകലം കോമ്പസിലെടുത്ത് എന്നിട്ടൊരു സർക്കിൾ ഇങ്ങനെ കൊണ്ട് വരച്ച്. കണ്ടോ? ഇതാണ് ഇവർ ചെയ്ത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അല്ല, എന്നാലും ഞാനത് കറക്റ്റ് ആക്കണമെന്ന് പറയാണ് കേട്ടോ. ഏകദേശം ഇവിടെ ആയിക്കോട്ടെ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എത്ര? 1 1. കണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പോയിന്റ് നമുക്ക് പി എന്ന് വിളിക്കാം. പി. റെഡിയല്ലേ? എന്നിട്ട് വരെന്താ നമ്മളോട് ചോദിച്ചത്? ഈ സർക്കിള് ആക്സിസുകളിൽ, അക്ഷങ്ങളിൽ കൂട്ടിമുട്ടിയിട്ടില്ലേ? ഏതൊക്കെ പോയിന്റിലാണ് കൂട്ടിമുട്ടി? ഒന്നിവിടെ, ഒന്നിവിടെ. അപ്പോൾ ഒരെണ്ണായി. ഒന്നിവിടെ. കേട്ടോ? ഈ പോയിന്റുകളിൽ കൂട്ടിമുട്ടിയ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാം. അതിനാദ്യം ഞാൻ എക്സ് അക്ഷത്തിൽ എവിടെയൊക്കെയാ കൂട്ടിമുട്ടിയെന്നുള്ളത് ഒന്ന് കാണിക്കാൻ പോവാണ്. ഒന്നിവിടെയാണ്, ഒന്നിവിടെയാ. കേട്ടോ? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഞാൻ എക്സ് വൈ എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റും ഇതേപോലെ നമുക്ക് പറയാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം, ഇത് എക്സ് അക്ഷത്തിലായതുകൊണ്ട് വൈ നമ്മൾ പ്രത്യേകം വൈ എഴുതണമെന്നില്ല. വൈ ഉള്ള സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? 0 എന്നിട്ടാൽ മതി. വൈ സൂചക സംഖ്യ അവിടെ 0 ആയിരിക്കും. ശരിയല്ലേ? വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് അവിടെ 0 എന്നിട്ടാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇത് ഈ എ എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, എ എന്ന് മാർക്ക് ചെയ്യും. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പിയിൽ നിന്ന് എയിലേക്കുള്ള ഈ അകലം റൂട്ട് 2 അല്ലേ? കാരണം ആ സർക്കിളിന്റെ റേഡിയസ് റൂട്ട് 2 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അല്ലെ? വൃത്തത്തിന്റെ ആരം റൂട്ട് 2 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് കൊണ്ട് നമ്മൾ ഇനി സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല. അതിൽ നോക്കിയാൽ പറഞ്ഞാൽ മതി. ശരി, നമുക്ക് തുടങ്ങാൻ പോവാണ് കേട്ടോ. പറയാം. റെഡിയാണ്? പിയും എയും തമ്മിലുള്ള അകലം റൂട്ട് 2 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വേർഡ്സിൽ ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി 1 1, പി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് 1 1 ആൻഡ് എ എക്സ് 0 ഈസ് ഈക്വൽ ടു, അല്ലെ ഒരു കാര്യം ഇതില്ലേ തിരിച്ചു പറഞ്ഞു. അതാകുമ്പോൾ നമുക്കൊരു പറയാനുള്ളൊരു സൗകര്യം ഉണ്ട്, ഒരു ഇക്വേഷൻ കിട്ടും. അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ എക്സ് 0 കോമ പി 1 1 ഈസ് റൂട്ട് 2. എഴുതിക്കോ, മലയാളം മീഡിയക്കാർ എഴുതിക്കോ. എ എക്സ് 0യും പി 1 1ഉം തമ്മിലുള്ള അകലം റൂട്ട് 2 ആകുന്നു.
എഴുതിയോ? ഇനി നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് x1 y1 x2 y2 റൂട്ട് ഓഫ് x1 മൈനസ് x2 ഓൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഓൾ സ്ക്വയർ എന്ന് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് √2. ഇതുവരെയുള്ള ചോദ്യത്തിൽ നമ്മൾ അകലം കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഇവിടെ ചോദ്യത്തിൽ അകലം നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അകലം നേരിട്ട് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 എന്ന് പറഞ്ഞാൽ x മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √2. ഉണ്ടോ? വില കൊടുത്തു. √2 ആണ് അകലം എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ √2 എന്ന് എഴുതിയത് കേട്ടോ. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഇംഗ്ലീഷ് മീഡിയക്കാരേത്, മലയാളം മീഡിയക്കാരേത് രണ്ട് സൈഡിലും വർഗം കണ്ടുപിടിച്ചാൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ റൂട്ട് അങ്ങ് പോകും. പിന്നെ ഉണ്ടാവുക x മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. കണ്ടോ എന്താ സംഭവിച്ചത്? സ്ക്വയർ ചെയ്തപ്പോൾ റൂട്ട് ക്യാൻസൽ ആയി. ഓക്കെ, വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ x മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് വാട്ട് ഈസ് 0 മൈനസ് 1? 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നർത്ഥം. പിന്നെ മൈനസ് 1 സ്ക്വയർ കണ്ടോ ഈസ് ഈക്വൽ ടു 2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ x മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ഇതാ പ്ലസ് വാട്ട് ഈസ് മൈനസ് 1 സ്ക്വയർ 1 ഈസ് ഈക്വൽ ടു 2. ഈ പ്ലസ് 1 റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്തായി? മൈനസ് 1 ആയി. ദാറ്റ് ഈസ് x മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 മൈനസ് 1. ദാറ്റ് ഈസ് x മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതിപ്പോ നമ്മൾ പഠിച്ച രണ്ടാം കൃതി സമവാക്യത്തിലേക്ക് എത്തി, ശരിയല്ലേ? ഇതല്ലായിരുന്നു നമ്മൾ പഠിച്ച രണ്ടാം കൃതി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ x മൈനസ് 1 ഈസ് ഈക്വൽ ടു √1. ദാറ്റ് ഈസ് x മൈനസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. പഠിച്ചിട്ടില്ലേ പ്ലസ് ഓർ മൈനസ് 1 എന്ന്? റെഡിയല്ലേ? പ്ലസ് ഓർ മൈനസ് 1. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇത് നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റാം. എങ്ങനെയാ? x മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ഓർ x മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1. കണ്ടോ? x മൈനസ് 1 ഈക്വൽ ടു 1 ഓർ x മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഓർ x ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1. That is x is equal to 2 or x equal to 0. Anda, x equal to 2 or x equal to 0. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? പറ, നിങ്ങൾ പറ. ഇവിടുത്തെ x കോർഡിനേറ്റ് എന്താ വരുന്നത്? 2 0. കണ്ടോ? x കോർഡിനേറ്റ് എന്താ? 1 2 0. പക്ഷെ ഒരു 0 അല്ലേ? അപ്പോൾ അത് എവിടെയായിരിക്കും വരുന്നുണ്ടാവുക? അപ്പോൾ നമ്മൾ സർക്കിൾ പാസ് ചെയ്യുന്നത് ഇങ്ങനെയല്ല ശരിക്കും പാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. ആ പിക്ചർ ഞാൻ മാറ്റി വരയ്ക്കുന്നത് കണ്ട് നിങ്ങൾ മാറ്റി വരയ്ക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തരാണ്. സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് ഇതിലൂടെയല്ല, ഇങ്ങനെയാ പോകുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടോ? നിങ്ങൾ നോക്ക്, 1 2 0 അല്ലെ? x0 എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ ഈ പോയിന്റിലൂടെ 2 0യിലൂടെയാണ് ഒരു പോയിന്റ് ഒരു പാസ് ചെയ്യുന്നത്. പിന്നെ പാസ് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റ് എത്രയാ? രണ്ടെണ്ണത്തിൽ ഉണ്ടാവും, 2 പോയിന്റിൽ ഉണ്ടാവും അല്ലെ? 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 2 പോയിന്റിന്റെയും y കോർഡിനേറ്റ് 0 ആയിരിക്കും, കാരണം x ആക്സിസിലായതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ x കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് അല്ലോ, രണ്ടാമത്തെ x സൂചക സംഖ്യ 0 ആയതുകൊണ്ട് നമ്മുടെ വൃത്തം കടന്നു പോകുന്നത് 0 0യിലൂടെയും അതേപോലെ തന്നെ 0 0ത്തിലൂടെയും 2 0 എന്ന ബിന്ദുവിലൂടെയാണ് നമ്മുടെ സർക്കിള് പാസ് ചെയ്തു പോകുന്നത്. നമുക്ക് മനസ്സിലായി. ശരിയാണേ? കറക്റ്റ് അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചോ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോവാ. എങ്ങനെ? നിങ്ങൾ നോക്ക്, ഈ സർക്കിൾ ശരിക്കും പാസ് ചെയ്യുന്ന മറ്റൊരു കോർഡിനേറ്റ് ഏതാ? പറയും, y കോർഡിനേറ്റ്, സോറി y ആക്സിസ്. y ആക്സിസിലൂടെ ഈ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? y ആക്സിസിലൂടെ ഈ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇതാണ് P11 എഴുതി. y ആക്സിസിൽ ഏതിലൂടെയൊക്കെ പാസ് ചെയ്യുന്നത്? ഒന്ന് ഈ പോയിന്റിലൂടെയും ഒന്ന് ഈ പോയിന്റിലൂടെയും. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒന്ന് ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാണ്?
ഒറിജിനിലൂടെ ഉള്ളത് തൽക്കാലം ഞാൻ അവിടെ വെച്ചിട്ട് മോളിൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ഞാൻ ഇവിടെ y കോർഡിനേറ്റ് ഉണ്ടാവും, x കോർഡിനേറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലെ? അങ്ങനല്ലേ പഠിച്ചത്? തിരിച്ചാണ് അല്ലേ? y കോർഡിനേറ്റ് ആദ്യമാണോ പറയാ? അല്ല, രണ്ടാമതാണ്. 0y ആണ്. 0y എന്ന പോയിന്റിലൂടെയാണ് 1 കടന്നു പോകുന്നത്. അപ്പൊ y എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ ഇത് തൽക്കാലം മായ്ക്കാണ്. അപ്പൊ നമുക്ക് 2y കിട്ടും. അതിൽ ഒന്ന് x കോർഡിനേറ്റ് 0 ആണ്, രണ്ടാമത്തെ ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബിയും പിയും തമ്മിലുള്ള അകലവും പറ. ഈ ബി എന്ന ബിന്ദുവും പി എന്ന ബിന്ദുവും തമ്മിലുള്ള അകലവും എത്ര തന്നെയാ? √2 തന്നെയായിരിക്കും. ഓക്കെ, ശരി, നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാനിത് മായ്ച്ച് പറയാം. എഴുതിക്കോ കേട്ടോ, മലയാളം മീഡിയക്കാർ ആദ്യം എഴുതുക. ചിത്രത്തിൽ B0y, y അക്ഷത്തിലെ ഒരു ബിന്ദുവാണ് 0y. അതാദ്യം എഴുതി. y അക്ഷത്തിലെ ഒരു ബിന്ദുവാണ് 0y, B0y കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിക്കോ. B0y is a point on y axis. B0y is a point on y axis. എന്നിട്ട് അടുത്ത വരിയിൽ മലയാളം മീഡിയക്കാരെ എഴുതിക്കോ. B0yയും P11ഉം തമ്മിലുള്ള അകലം √2. B0yയും P11ഉം തമ്മിലുള്ള അകലം √2. എഴുതിയോ? എന്നിട്ട് അടുത്ത ലൈനിൽ തുടങ്ങാം. എഴുതിക്കോ. B0y, P11 എന്ന് എഴുതുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ x1 y1 എന്ന് എഴുതുക. ഇതിന്റെ മുകളിൽ x2 y2 എന്ന് എഴുതുക. BP അകലം കണ്ടുപിടിക്കുകയാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ മതി. x1 മൈനസ് x2 ഓൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √2. അങ്ങനെ √2 ആണെന്ന് കിട്ടിയേ. ആരം √2 ആണ്. കാരണം കേന്ദ്രവും ഏതൊരു ബിന്ദുവും തമ്മിലുള്ള അല്ലെ, സെന്ററും വൃത്തത്തിലെ അല്ലെ സർക്കിളിൽ ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും റേഡിയസ് ആയിരിക്കും. റേഡിയസ് √2 ആണ് തന്നതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ √2 ആണെന്ന്. ദാറ്റ് ഈസ് പറ 0 മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √2. നേരത്തെ നമ്മൾ ചെയ്ത പോലെ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് വശങ്ങളിലും വർഗം കണ്ടുപിടിച്ചാൽ എഴുതിക്കോ. ഇരുവശങ്ങളിലും വർഗം കണ്ടുപിടിച്ചാൽ പറ 0 മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √2. √2 ഉണ്ടാവുമോ? ഇല്ല, 2 എന്ന് മാത്രം അല്ലേ? 2. അടുത്ത സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേ. വാട്ട് ഈസ് 0 മൈനസ് 1? -1 തന്നെ അല്ലേ? -1 സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. വാട്ട് ഈസ് -1 സ്ക്വയർ? 1. 1 പ്ലസ് y മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. ഈ 1 റൈറ്റ് സൈഡിൽ പോയാൽ എന്താ വരിക? y മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 മൈനസ് 1. ദാറ്റ് ഈസ് y മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. സ്ക്വയർ ആണ്. y മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. വീണ്ടും y മൈനസ് 1 ഈസ് ഈക്വൽ ടു √1 കണ്ടോ. then y മൈനസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. വീണ്ടും y മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ഓർ y മൈനസ് 1 ഈസ് ഈക്വൽ ടു -1. വീണ്ടും y ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഓർ y ഈസ് ഈക്വൽ ടു -1. ശരിയല്ലേ? വീണ്ടും y ഈസ് ഈക്വൽ ടു പറയ് 1 പ്ലസ് 1 എത്രയാ? 2. and here y is equal to -2 അല്ലേ? നമ്മൾ എവിടെയോ തെറ്റിയിട്ടുണ്ടോ? y മൈനസ് 1 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇല്ലല്ലോ അല്ലേ? y മൈനസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ -1. മൈനസ് അവിടെ തെറ്റി അല്ലേ? -1 ഇപ്പുറം വരും, +1 ആവില്ലേ? യെസ്, 0 വരും അല്ലേ? y കോർഡിനേറ്റ് 0. അപ്പോൾ 2 y കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്കറിയാം എവിടെ y ആക്സിസിൽ എവിടെയോ 2 പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ 2 പോയിന്റുകളിലെയും x കോർഡിനേറ്റ് 0 0 അല്ല, x സൂചക സംഖ്യ 0 0 ആയിരിക്കും. അപ്പോൾ 2 y കോർഡിനേറ്റിൽ ഒരു y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്ര ആയിട്ട് എടുക്കാം? നമുക്ക് 2 ആയിട്ട് എടുക്കാം കണ്ടോ. രണ്ടാമത്തെ എത്ര ആയിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. നിങ്ങൾ നോക്ക് കണ്ടോ, സർക്കിൾ നമ്മൾ കറക്റ്റ് നമ്മൾ വരച്ച പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് പിക്ചർ വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അകലം കണ്ടുപിടിച്ച് തന്നെ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം, അല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ പ്രശ്നമൊന്നുമില്ല. 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനുകളെ ഇതിലുള്ളൂ കേട്ടോ. നോക്കാം. ശ്രദ്ധിക്കും. ചോദ്യം ഇതാണ്, 0 0 10 0 5 5 √3. 0 0 ഇത് വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലില്ലേ, ശ്രദ്ധിക്കാം. 0 0 10 0 5 √3 കേട്ടോ. 5 √3 5 √3 കേട്ടോ. 5 √3 ആണോ? അപ്പൊ മലയാള മീഡിയക്കാർ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു ത്രികോണത്തിന്റെ മൂലകൾ 0 0 10 0 5 5 √3 ആണെങ്കിൽ അതൊരു സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കുക. ഇഫ് 0 0 10 0 5 5 √3 are the vertices of a triangle, prove that the triangle is an equilateral triangle കേട്ടോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യും. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ O എന്ന് കൊടുക്കും, ഇവിടെ A എന്ന് കൊടുക്കും, ഇവിടെ B എന്ന് കൊടുക്കും. എന്തിനാ O എന്ന് കൊടുത്ത്? 0 0 ആയതുകൊണ്ട് അല്ലേ. 0 0 A എത്രയാ? 10 0 B എത്രയാ? 5 5 √3 കേട്ടോ. 5 5 √3. ആദ്യം നമുക്ക് OA കണ്ടുപിടിക്കാം. OA എന്താ വരിക? OA നമുക്ക് ഈസി ആയിട്ട് പറയാം. OA ഒറിജിൻ ആയതുകൊണ്ട് 10 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, ശരിയല്ലേ? ഒറിജിനുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ മറ്റേതിന്റെ സ്ക്വയർ ചെയ്ത് പ്ലസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ഒന്നും എഴുതുന്നില്ല, നേരിട്ട് പറ. റൂട്ട് ഓഫ് 10 സ്ക്വയർ എന്താ? 100 പ്ലസ് 0 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 100. 100ന്റെ റൂട്ട് എത്രയാ? 10. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. രണ്ടാമത്തത് OB പറ. OB എങ്ങനെ വരിക? OB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതുകൊണ്ട് തന്നെ 5 സ്ക്വയർ പ്ലസ് 5 √3 സ്ക്വയർ. എന്താ 5 സ്ക്വയർ വരിക? 25 പ്ലസ് 5 √3ന്റെ സ്ക്വയർ എന്താ? അവിടെയാണ് നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്നത്. 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു √3യുടെ സ്ക്വയർ 3 കേട്ടോ. ദെൻ ആൻസർ വരുന്നത് 25 പ്ലസ് 25 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എന്താ വരിക? 75. 75 പ്ലസ് 25 റൂട്ട് ഓഫ് 100, അതും 10 തന്നെ കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് സെയിം ആയി. ഇനി മൂന്നാമത്തെ സൈഡ് എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് അല്ലേ. സോ പറ OC. OC നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല, നേരിട്ട് ചെയ്യാനേ. പറ 5 മൈനസ് 10 ഹോൾ സ്ക്വയർ. പറ 5 മൈനസ് 10 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് 5 മൈനസ് 10 ഹോൾ സ്ക്വയർ പ്ലസ് 5 √3 മൈനസ് 0 ഹോൾ സ്ക്വയർ കണ്ടോ. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട് ഈസ് 5 മൈനസ് 10? വാട്ട് ഈസ് 5 മൈനസ് 10? മൈനസ് 5 അല്ലേ. മൈനസ് 5 സ്ക്വയർ പ്ലസ് ദെൻ 5 √3 മൈനസ് 0 എന്ന് പറയുമ്പോൾ 5 √3 സ്ക്വയർ തന്നെ. ഏതാണ്ട് മോളിലുള്ള അതേ സംഭവം. 5ന്റെ സ്ക്വയർ 25, 5 √3യുടെ സ്ക്വയർ 75 ആണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 100. റൂട്ട് ഓഫ് 100 എത്രയാ? 10. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ സൈഡും സെയിം ആണെന്ന് അല്ലേ. എല്ലാ സൈഡും സെയിം ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും സെയിം ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ദ ട്രയാങ്കിൾ ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണം എന്ത് ത്രികോണാണെന്ന് മനസ്സിലായി നമുക്ക്? സമഭുജ ത്രികോണമാണെന്ന് മനസ്സിലായി. സംശയമില്ലല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഏകദേശം ഇതിനെ പറ്റിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനൊരു ചോദ്യം ബോർഡിൽ എഴുതുകയാണ്. നിങ്ങൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? എഴുതി വെക്കണം കേട്ടോ. ആൻസർ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതാം, അല്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയാം ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. 4 3 ഈസ് ദി സെന്റർ ഓഫ് എ സർക്കിൾ. 4 3 ഒരു വൃത്തത്തിന്റെ കേന്ദ്രമാകുന്നു. ചെക്ക് വെദർ 9 3 9 3 7 മൈനസ് 1 1 മൈനസ് 1. ചെക്ക് വെദർ 9 3 7 minus 1 1 minus 1 is inside, on
ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. ചുവടെ കൊടുത്തിരിക്കുന്ന ബിന്ദുക്കൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് പരിശോധിക്കുക. 9 3 7 -1 1 -1. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്കായിട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഈ ഒരു കോർഡിനേറ്റ്സ്, അതായത് സൂചക സംഖ്യകൾ എന്ന ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും അതേപോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സോടുകൂടി നമ്മളെ ക്ലാസ് തീരും. ഓക്കെ, നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം.